നമസ്കാരം, ഞാൻ പവിത്ര ജയദ്രൗപതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ക്രമക്കേടിൽ നോട്ടീസ്. ലോ അക്കാദമി വിഷയത്തിൽ ലക്ഷ്മി നായർക്കും മന്ത്രിമാർക്കും കോടതി നോട്ടീസ്. കോളേജിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന BJP ഹർജിയിൽ വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയും നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. മന്ത്രിമാർക്കും ലക്ഷ്മി നായർക്കുമൊപ്പം അഡ്വക്കേറ്റ് ജനറലും വൈസ് ചാൻസലറും ഹാജരാകണം. അതിനിടെ അക്കാദമി പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായർ രാജിവെച്ചിട്ടില്ലെന്നും പ്രശ്നം അവസാനിപ്പിക്കാൻ അവർ സ്വയം മാറി നിൽക്കുകയാണെന്നും നാരായണൻ നായർ. പുതിയ പ്രിൻസിപ്പലിന്റെ നിയമന നടപടിയുമായി മുന്നോട്ടു പോകും. സർവകലാശാല മാനദണ്ഡങ്ങൾ പാലിച്ചാകും നിയമനമെന്നും അക്കാദമി ഡയറക്ടർ. ഇന്നലെ രാഹുൽ, ഇന്ന് മൻമോഹൻ സിംഗിനെതിരെ വിമർശനവുമായി രാജ്യസഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ മറുപടി. 35 വർഷം ഇന്ത്യൻ സമ്പദ്ഘടനയെ നിയന്ത്രിച്ച മൻമോഹൻ ആ കാലയളവിൽ നടന്ന അഴിമതിയും കൊള്ളയും കണ്ടില്ല. കുളിമുറിയിൽ റെയിൻകോട്ട് അണിഞ്ഞു കുളിക്കുന്ന തന്ത്രമാണ് മൻമോഹന്റേതെന്നും മോദി. പരാമർശത്തെ തുടർന്ന് പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്നിറങ്ങിപ്പോയി. നോട്ട് അസാധുവാക്കൽ ജനങ്ങളുടെ ശക്തി തെളിയിച്ചെന്ന് പ്രധാനമന്ത്രി. സർക്കാർ എപ്പോഴും സാധാരണക്കാർക്കൊപ്പം. നോട്ട് നിരോധനത്തിലൂടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതായെന്നും നരേന്ദ്രമോദി. ഒടുവിൽ ഒത്തുതീർപ്പ്. ലക്ഷ്മി നായരുടെ രാജിയില്ലാതെ 29 ദിവസം നീണ്ട ലോ അക്കാദമി സമരം ഒത്തുതീർപ്പിൽ. എല്ലാ യോഗ്യതയുമുള്ള കാലാവധിയില്ലാത്ത പ്രിൻസിപ്പാളിനെ നിയമിക്കാമെന്ന സർക്കാർ വ്യവസ്ഥ അംഗീകരിച്ച് സംയുക്ത സമരസമിതി. തീരുമാനം വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന്. പുതിയ പ്രിൻസിപ്പലിനെ മാറ്റാൻ മാനേജ്മെന്റ് ശ്രമിച്ചാൽ സർക്കാർ ഇടപെടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സമരം പിൻവലിച്ച സാഹചര്യത്തിൽ തിങ്കളാഴ്ച മുതൽ ക്ലാസ് തുടങ്ങുമെന്നും വിശദീകരണം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനാൽ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതായി BJPയും കോൺഗ്രസും. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മാനേജ്മെന്റ് മുട്ടുമടക്കിയെന്ന് VM സുധീരൻ. ഭൂമി കയ്യേറ്റത്തിലും ജാതീയ അധിക്ഷേപങ്ങളിലും പ്രക്ഷോഭം തുടരുമെന്ന് കുമ്മനം രാജശേഖരൻ. സമരം ഒത്തുതീർപ്പിലെത്തിയ ക്യാമ്പസിന് മുന്നിൽ ആഹ്ലാദ പ്രകടനവുമായി വിദ്യാർത്ഥികൾ. ദിശയറിയാതെ ദ്രാവിഡ ദേശം. രാഷ്ട്രീയ ചേരിപ്പോരിനും നാടകീയ വഴിത്തിരിവുകൾക്കും സാക്ഷ്യം വഹിച്ച് തമിഴകം. അണ്ണാ-DMK പാർട്ടിയിലും മുഖ്യമന്ത്രി കസേരയിലും അവകാശവാദം ഉന്നയിച്ച് പനീർശെൽവവും ശശികലയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടൽ. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുമെന്ന OPSന്റെ വാദത്തെ തുടർന്ന് 132 പാർട്ടി MLA-മാരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി ചിന്നമ്മയുടെ മറുപടി. DMKയുമായി ചേർന്ന് പാർട്ടിയെ നശിപ്പിക്കാൻ പനീർശെൽവം ശ്രമിക്കുന്നുവെന്ന് ശശികല. നിർബന്ധിച്ച് രാജിവെപ്പിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും വിശദീകരണം. അതിനിടെ ഗവർണർ മനഃപൂർവ്വം സത്യപ്രതിജ്ഞ മാറ്റിവെക്കുന്നു എന്ന പരാതിയുമായി രാഷ്ട്രപതിയെ കാണാൻ അണ്ണാ-DMK MP-മാർ ഡൽഹിയിൽ. ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ രാജി പിൻവലിക്കുമെന്ന് പനീർശെൽവം വ്യക്തമാക്കിയത് ഇന്നു രാവിലെ. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തും. ശശികലയെ അണ്ണാ-DMK ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് നീക്കണമെന്നും OPS. ഏറ്റുമുട്ടലിനിടെ ശശികലയുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ വിശദീകരണം തേടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാർട്ടി ഭരണഘടനാ പ്രകാരം 5 വർഷം അംഗമായി പ്രവർത്തിച്ചവർക്ക് മാത്രമേ നിയമനം നൽകാനാകൂ എന്നിരിക്കെ നടന്നത് ചട്ടലംഘനമെന്ന് ആരോപണം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2770 രൂപ. പവൻ 22,160 രൂപ. വെള്ളി ഗ്രാമിന് 49 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.